നമ്മളെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കുറേ സുഹൃത്തുക്കളുണ്ടാവും. നമ്മളെ ചുറ്റിനും ഇങ്ങനെ ആളും ആരവങ്ങളൊക്കെ കാണും. നമ്മൾ കരുതും ഇതാണ് ജീവിതമെന്ന്. ഞാൻ എൻ്റെ കാര്യം കൂടെയാണ് പറയണത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നതായിരുന്നു ഏറ്റവും നല്ലൊരു വ്യക്തിയുടെ ഒരു പൂർണ്ണത എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് സുഹൃത്തുക്കളെ എണ്ണം ഉണ്ടാക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഒത്തിരി സുഹൃത്തുക്കളുമായിട്ട് കൂട്ടം ചേർന്ന് നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ 30കളിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെ ജീവിതത്തിൽ കണക്റ്റഡ് ആവുന്ന വളരെ കുറച്ച് ആളുകളെ എല്ലാവർക്കും കിട്ടുള്ളൂ. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. ചിലപ്പോൾ കിട്ടാതെ സ്വയം ആ ഒരു ഫ്രസ്ട്രേഷനിൽ ജീവിക്കുന്നവരുണ്ടാവും. എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഏത് മോശം അവസ്ഥയിലും എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ബ്ലെസ്സിങ്ങും ധൈര്യവും ഒക്കെയാണ്. എല്ലാവർക്കും അതെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. ആളുകളെല്ലാം ഓട്ടത്തിലാണ്, ജീവിതം എന്താണെന്നറിയാതെ ഇങ്ങനെ ഓടുകയാണ്. ആരാണ് ആദ്യം എത്തുക എന്നുള്ള ഒരു ഓട്ട മത്സരത്തിൽ പലപ്പോഴും നമ്മളെ ചുറ്റിനുള്ളവരെയൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചോളുന്നില്ല. പക്ഷെ ഞാനും അങ്ങനെ ആയിരുന്നേനെ. എൻ്റെ ഒരു ലേറ്റ് 20s എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളുടെ പെട്ടെന്നുള്ളൊരു വിയോഗം, രണ്ടുപേരും സൂസൈഡ് ചെയ്യുമായിരുന്നു. ആ വിയോഗയിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. എനിക്ക് അത്രയും ബാക്ക് ബോണായി നിന്നിരുന്ന ലൈഫിൽ കയറി ചെല്ലാനൊരിടം എന്നുള്ള ആ ഒരു സ്പേസ് നാളെ മുതൽ ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ചേർന്ന് നടക്കാൻ, ചേർന്ന് നിൽക്കാൻ, അതുവരെ എൻ്റെ കൂടെ ഇല്ലാതിരുന്ന, എനിക്ക് മുന്നേ അറിയാതിരുന്ന കുറച്ച് പേര് വന്നു ചേർന്നു. അതിനുശേഷം ഞാനും ശ്രമിക്കാറുണ്ട് എല്ലാവരെയും അങ്ങനെ ചേർത്ത് നിർത്താൻ. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ചേർത്ത് നിർത്തൽ ആരും ചെയ്യാറില്ല. പൊതുവെ എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളോട് അടുപ്പം കാണിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ തിരിച്ച് ആ ഒരു തിരക്കിലേക്ക് തന്നെ പിൻവലിയപ്പെടും. അപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ ചുറ്റിനുള്ളവരെ കേൾക്കാനും അവരെ ഒന്ന് കരുതാനും ഒക്കെ പഠിക്കണമെന്നേ. പലപ്പോഴും പണ്ടൊക്കെ എനിക്കുണ്ടല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് അന്നത്തെ നമ്മളെ സ്വകാര്യതകൾ അത്രയും